ഹായ് അസ്സലാമു അലൈക്കും. കിസിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്ന കുറച്ച് ഓർഡർ എന്ന് പറഞ്ഞെങ്കിൽ ഇതിപ്പോൾ 25 മുട്ടൻ്റെ മുട്ടമാല ആക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറൊരു 50 മുട്ടൻ്റെ മുട്ടമാല ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് വന്നത് ഞായറാഴ്ചൻ്റെ അന്ന്. അപ്പോൾ മംഗളാരെല്ലാം പോകാൻ റെഡിയായിട്ട് ഉച്ചയാകുമ്പോൾ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ടായപ്പോൾ അപ്പോൾ പെട്ടെന്ന് ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഗസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ട് 25 മുട്ടൻ്റെ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നാക്കി രാവിലെ തന്നെ മുട്ട സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് പെട്ടെന്നാക്കി. പിന്നെ എന്നിട്ട് ഉച്ചക്ക് കൊടുത്തിട്ടതിന് ശേഷം പോയി. അതിന് ശേഷം ഉണ്ടായത് 1 കിലോ പൊരിയുണ്ട. അപ്പോൾ പൊരിയുണ്ടൻ്റെ ഓർഡർ ഇത് ഗൾഫിലേക്ക് തന്നെ. അപ്പോൾ ഇന്ത്യയും എല്ലാം ആക്കിയിട്ട് പാക്കാക്കി. ഇതും ഗൾഫിലേക്ക് തന്നെ ഉണ്ട് ഓർഡർ. 75 മോമോസും 25 ബീഫ് കട്ട്ലറ്റും ഉണ്ടായത്. അപ്പോൾ അത് ഫ്രോസൺ ആക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രോസൺ ആക്കാൻ ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിന്. അപ്പോൾ ഇങ്ങനെ ഒരു ലെയറായിട്ട് ഇങ്ങനെ വെക്കുന്നതിൽ ഒട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പാക്ക് മോമോസ് ഞാൻ ഇങ്ങനെ ബോക്സിൽ ഇപ്പോൾ പാക്കാക്കിയിട്ട് കൊടുക്കല്. പിന്നെ അതിന് ശേഷം ഉണ്ടായത് ഇത് ഷോപ്പിലേക്കുള്ള ഞാൻ പറയുന്ന ഷോപ്പിലേക്ക് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോൾ ഉണ്ടാവില്ല, അത് ഇടയ്ക്കിടയ്ക്ക് എങ്കിൽ. അതിന് ശേഷം പിന്നെ ഓർഡർ ഉണ്ടായത് 50 സമൂസ, 50 ഉന്നക്കായി, 50 റോള്, ഇത്രൻ്റെ ഒരു ഓർഡർ ഉണ്ടായിന്. അപ്പോൾ അതിൻ്റെയും പാക്കെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം 75 വേറൊരു ഫങ്ഷനുള്ള ഇത് മുട്ടമാലൻ്റെ ഓർഡർ. അപ്പോൾ അതും ഒരു ഫങ്ഷൻ ഉച്ചക്ക് കൊടുക്കാനുണ്ടായത്. അപ്പോൾ അത് ഉച്ചക്കാക്കിയിട്ട് കൊടുത്ത്. പിന്നെ ഇത് കോഴിക്കോടേക്കുള്ള ഒരു ഓർഡർ. അപ്പോൾ ഞാൻ ഇത് ബോക്സ് ആക്കിയിട്ട് കൊടുത്തിന്. എന്താ പറഞ്ഞെങ്കിൽ നല്ലോണം ഫ്രോസൺ ആയിട്ട്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഫ്രോസൺ ആവാത്തതുകൊണ്ട് ഇങ്ങനെ ബോക്സിലെല്ലാം കൊടിഞ്ഞു വന്നില്ലേ. പിന്നെ അതിന് ശേഷം പിന്നെ ഇത് 25 ഉന്നക്കായി, 25 സമൂസ ഉണ്ടായത്. അപ്പോൾ ഇത് സ്പെഷ്യൽ ഉന്നക്കായി ഉറപ്പും പിന്നെ പറയൽ മുട്ട അധികം തേങ്ങ കുറവെന്ന്. അപ്പോൾ ഈ കോഴിക്കോട്ടേക്കുള്ള അതേ കസ്റ്റമർ തന്നെ ഇത് അതിലുണ്ടാമെന്ന് വാങ്ങിയത്. അപ്പോൾ ഓർക്കെപ്പോൾ തേങ്ങ കുറവും മുട്ട അധികം തന്നെ ഉറപ്പല്ല. പിന്നെ ഇത് ബാക്കി ഞാൻ വേറെ കൊടുക്കാനുള്ളത് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ദുബൈയിലേക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചക്ക ഫ്രോസൺ ആക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ വേറെ ഇത് കൊടുക്കുന്നത് ഇതും വേറൊരു 50 സമൂസയും 50 ഉന്നക്കായി, 50 റോള്, 50 സമൂസ അങ്ങനെ ഉണ്ടായത്. പിന്നെ അതിന് ശേഷം ഇതൊരു 25 സമൂസ, 25 ഉന്നക്കായി ഉണ്ടായിന്. പിന്നെ ഇതും ദുബൈയിലേക്ക് ഉണ്ടത്. ഇത് ബോക്സ് ആക്കിയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് 25 എല്ലാം 4 തരം സമൂസ, ഉന്നക്കായി, റോള്, കട്ട്ലറ്റ് ഇതെല്ലാം 4 തരം എല്ലാം ബോക്സ് ആക്കിയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചത്. അപ്പോൾ പിന്നെ ഇത് ഒരേ ദിവസമല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനിതിപ്പോൾ കുറച്ച് ദിവസം ഒന്നിച്ചിട്ട് ഇട്ടത് വീഡിയോ, ഒരു 3-4 ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഒരേ ദിവസം ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതൊന്നുമല്ല, ഒരേ ദിവസം ഓർഡറൊന്നുമല്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസത്തേക്കുള്ള ഓർഡർ ഉണ്ടാകുന്നത് നല്ല ഓർഡർ ഉണ്ടായിന്. അപ്പോൾ ചില സമയത്ത് ഒരു ദിവസം ഓർഡർ ഉണ്ട്, ഒരു ദിവസം ഓർഡറില്ല, അങ്ങനെയും വരും. അപ്പോൾ ഡെയിലി ഓർഡർ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല പണിയെല്ലാം എടുക്കുമ്പോൾ നമുക്ക് വേറൊന്നും ചിന്തിക്കാനില്ല. ഇതിൻ്റെ തന്നെ ഒരു ഇതിലായി. അപ്പോൾ ടെൻഷനില്ല, വേറൊന്നും കാര്യമില്ല. നമുക്ക് നമ്മളെ പണിയെല്ലാം എടുത്തിട്ട് പിന്നെ കയ്യിലൊരു പൈസ എല്ലാം വരുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. ആ കയ്യിലേക്ക് ഇതെല്ലാം കൊടുത്തിട്ട് കയ്യിൽ പൈസ കിട്ടുമ്പോൾ അത് ചെറുതാ വലുതാ എത്ര പൈസ ആയെങ്കിൽ അത് സ്വന്തം എന്താ വെച്ചിട്ടാകുമ്പോൾ കിട്ടുന്ന അതിന് ആ പൈസക്ക് വേറെ തന്നെ ഒരു സുഖം തന്നെ. അപ്പോൾ നമുക്ക് ചെറുതായെങ്കിലും അപ്പോൾ ഞങ്ങൾക്ക് പറയാനുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ വലിയ ഓർഡർ വരുന്നില്ല എന്ന് വിചാരിച്ചിരിക്കല്ല, നമുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഓർഡർ ചെയ്യില്ല. ഫസ്റ്റ് എന്നാൽ ആരും ഓർഡർ കൊണ്ട് തരുകയും ചെയ്യില്ല. നമ്മളെ ഇതിന് ടേസ്റ്റ് ഉണ്ടാ ആരും പറയും. അല്ലാതെ നമ്മൾ പരസ്യം കൊടുത്തിട്ട് ആരും നമ്മളോട് മേങ്ങിയിട്ട് തന്നില്ല. ഒരാൾക്ക് ടേസ്റ്റായ ഓറും പിന്നെ ഒരാളോട് പറയും, പിന്നെ ഒരാളോട് പറയും, അങ്ങനെയെല്ലാം മേങ്ങിയിട്ടാണ് നമ്മളേന്ന് ഇത് മൗത്ത് പബ്ലിസിറ്റിയിൽ തന്നെ നമുക്ക് ഇത് ഓർഡർ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് തുടങ്ങിയെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് വലുതാവും. നമ്മളെ ഇതുപോലെ കഴിവ് പോലെ അത് വലുതാവും. പിന്നെ വേറൊരു കാര്യം, റെസിപ്പിക്ക് ചോദിച്ചിട്ടുണ്ടായിന് ഇപ്പോൾ ഇതിൻ്റെല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ എല്ലാം റെസിപ്പി മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുമ്പത്തെ വീഡിയോ നോക്കിയെങ്കിൽ കാണും നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടെല്ലാം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റായിൽ എൻ്റെ മൊബൈൽ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് കോൾ ചെയ്യുക അല്ല മെസ്സേജ് ചെയ്യുക. നമുക്ക് പൈസ കൊണ്ട് മാത്രമല്ല, നമുക്ക് കഴിയുന്ന പോലെ കഴിവുകൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.